ഇന്ന് ഞാൻ കാണിക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം പുഴുങ്ങലരിയും തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത്. കയ്യിൽ റേഷൻ കടയിലത്തെ അരി ആയാലും അതുപോലെ തന്നെ സാധാ പൊന്നി അരി ആയാലോ ഏതരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഏതരി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റേഷൻ കടയിലത്തെ അരിയാണ് കേട്ടോ. സാധാ അരിയില്ലേ, പുഴുങ്ങലരി, പച്ചരിയല്ല കേട്ടോ, പുഴുങ്ങലരിയാണ്. അപ്പോൾ പുഴുങ്ങലരി എന്ന് പറയും, മൂടരി എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഒന്ന് കുതിർത്ത് വെക്കട്ടോ. ഞാനിതാ ഒരു കാസ്ട്രോളിൻ്റെ അകത്തേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കാസ്ട്രോളാണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നല്ല ചൂടുള്ള വെള്ളമില്ലേ, അയ്യൊരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം കേട്ടോ. ഞാനൊരു 6 മണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട്. 6 മണിക്കൂറല്ല, തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ കുതിർത്ത് വെക്കുക. എന്നിട്ട് വൈകുന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാം. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇത് ഇതേപോലെ ഞാൻ മൂടി വെച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ പിറ്റേന്ന് നമ്മളെ അരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ 2 ഭാഗമായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം അരമുറിൻ്റെ അടുത്തുണ്ട് കേട്ടോ തേങ്ങ. അത്രയും തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങ എത്ര വേണ്ടെങ്കിൽ കുറയ്ക്കട്ടോ. ഇപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയ ഉള്ളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. അധികം ലൂസും അല്ല, അധികം ടൈറ്റും അല്ലാത്തൊരു ലെവലിൽ കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവേ. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അരി അരയ്ക്കുന്ന സമയത്ത് പകുതി ഇട്ടിട്ട് അരച്ചാൽ മതിയാവും കേട്ടോ, അല്ലെങ്കിൽ മിക്സിക്ക് പണി കിട്ടും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. ഇനി ഞാൻ ഒരു കുക്കറിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കടല എടുക്കട്ടോ. അപ്പോൾ കുറച്ച് മാത്രം കടലാണ് ഞാനിവിടെ എടുത്തത്. അത് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ കടല ഇവിടെ വെന്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവേ. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതിലേക്കുള്ള കറിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ട്, ഒന്ന് തയ്യാറാക്കി നോക്കും ഒരു പ്രാവശ്യമെങ്കിലും. കടല ഇതേപോലെ തയ്യാറാക്കി നോക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു മുളക് കിണിഞ്ഞിട്ടോ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കടലിൻ്റെ അകത്ത് മുളക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്ത് ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ സവാളാണ് കേട്ടോ, കൂടുതലൊന്നും എടുത്തിക്കില്ല. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്നോട്ടെ കേട്ടോ. ഏകദേശം ഒരു നല്ലോണം വാടി ഒരു കളർ മാറ്റം വന്നോട്ടെ.
ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഈ ഒരു എന്താ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടില്ല കടല അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവുക. പിന്നോട് വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലോണം വഴറ്റിയെടുക്കട്ടെ. ഉള്ളി ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതുക്കിയത് ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതൊന്ന് താളി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കൽ. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഇതിൽ വെള്ളം ഇല്ലല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കറി പോലെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറി പോലെ വേണ്ടെങ്കിൽ ഇതേപോലെ വേണ്ടിയതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ. വേവിച്ച കടല ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ചേർത്തിട്ട് അടിച്ചു കൊടുക്കരുത് കേട്ടോ. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അധികം അടിയേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് അടിഞ്ഞാൽ മതിയാവും കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് കടലിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കടലക്കറിക്ക് നല്ലൊരു മുയിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് അല്ല 1 ടീസ്പൂൺ തന്നെ നമ്മളെ ചിക്കൻ മസാലപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം പച്ചമണം പോകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ഒരു അരിൻ്റെ അകത്തേക്ക് അരിമാവിൻ്റെ അകത്തേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ വറുത്ത അരിപ്പൊടി ഉണ്ട്, അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് മൂടരിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലവർ എള്ള് എന്നാണ് കേട്ടോ ഇതിന് പറയുക. എള്ളല്ല കേട്ടോ, ഇത് കരിഞ്ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലോണം കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. കുറച്ച് പൊടി കൂടിപ്പോയതാണ് കേട്ടോ. ഇതുപോലെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കൈൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉരുളകളാക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കുക. കൈൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് തന്നെ ഉരുളകളാക്കിയിട്ട് ഞാൻ ഇതേപോലത്തെ കല്ല് ചൂടാവാൻ വെച്ചിരുന്നു കേട്ടോ. ഇതേപോലത്തെ കല്ലാവുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ കല്ലുള്ളതെന്ന് വെച്ചാൽ ഇതേപോലത്തെ കല്ല് എടുക്കുക. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ എളുപ്പം ഇതാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മളെ കൈൻ്റെ അടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേളിലാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഒന്ന് പരന്ന് കിട്ടും കേട്ടോ. നല്ല ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് വന്നു കേട്ടോ ഈ ഒരു പത്തിരി. ഇതുപോലെ പരത്തിയതിന് ശേഷം ഒന്ന് ഇതേപോലെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം മറ്റേത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പരത്തിയതിന് ശേഷം കേട്ടോ. ഇത് പരത്തിയതിന് ശേഷം മറ്റേത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഓരോന്നും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറേ വെളിച്ചെണ്ണ ആക്കരുത് കേട്ടോ. ഒത്തിരി ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് രേഷം ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഈ കല്ലുമ്മലി കുറച്ചൊന്ന് തേച്ച് കൊടുത്താലും മതിയാവും. പിന്നെ നമ്മൾ കൈയിൻ്റെ അടിയിലാക്കിയതും ഉണ്ടാവുമല്ലോ, ഒക്കെ മതിയാവും കേട്ടോ. പിന്നെ അല്ലാതെ വേറെ വെളിച്ചെണ്ണ അതിൻ്റെ മേലിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ കുറച്ച് നേരം ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാനായിട്ടോ ഇതേപോലെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് എടുക്കാം. തീ കൂട്ടി തന്നെ വെക്കുക കേട്ടോ, നല്ലതെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് മുഴുവൻ പത്തിരിയും. അപ്പോൾ ഈ ഒരു പത്തിരി ഞാൻ കാസറോളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് പുറത്തേക്ക് പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ കഴിയല്ല. ഇനി ഇതാ നമ്മളെ പത്തിരി മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, പത്തിരി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല താള് പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തിട്ടുണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ കടലക്കറിയും കൂടി ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളെ കടലക്കറിയും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കട്ടോ. ഈ ഒരു കടലക്കറിയും പത്തിരിയും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.